അടിമാലിയിൽ വയോധികയെ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് സമീപം മുളക് പൊടി വിതറിയിട്ടുണ്ട്. മകനാണ് മൃതദേഹം ആദ്യം കണ്ടത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, കൊലപാതകമാണെന്ന സംശയം ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് രീതിയിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്? തലയ്ക്ക് കട്ടിയുള്ള ഏതോ വസ്തു കൊണ്ട് അടിച്ച ശേഷം കൊലപ്പെടുത്തിയതാകാം എന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. 7 മണിയോടുകൂടി ഈ ഫാത്തിമയുടെ മകൻ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് രക്തം വാർന്ന നിലയിൽ ഈ മൃതദേഹം കാണപ്പെടുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലം സ്വദേശികളായ 2 പേർ വീട് അന്വേഷിച്ച് എത്തിയിരുന്നുവെന്നും ഇവരെ സംശയിക്കുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഇവർ നിലവിൽ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് അറിയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. മാത്രമല്ല, മൃതദേഹത്തിന് സമീപത്ത് മുളകുപൊടി വിതറിയിട്ടുമുണ്ട്. ഇതാണ് കൂടുതൽ സംശയത്തിന് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. കരുതി കുട്ടിയുള്ളൊരു കൊലപാതകമായിരിക്കാം ഒരുപക്ഷെ നടന്നിരിക്കുക എന്നുള്ളതാണ് സംശയിക്കുന്നത്. എന്തായാലും അടിമാലി പോലീസും അതുപോലെ തന്നെ ഇടുക്കി, മൂന്നാർ ഡിവൈഎസ്പിമാരും സംഭവ സ്ഥലത്തുണ്ട്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഉടൻ തന്നെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഇടുക്കിയിൽ വയോധിക തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്.